കുറച്ച് അക്കങ്ങൾ ഉപയോഗിച്ച് രോഗം മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഒരുപക്ഷെ ഇല്ലായിരിക്കും. പക്ഷേ അങ്ങനെയൊരു സിദ്ധാന്തമുണ്ട്, അതിനെക്കുറിച്ചൊരു പുസ്തകവുമുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അതാണ്. ഗ്രാബോവോയ് കോഡുകളുടെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം ഇതാണ്: ശരിക്കും സംഖ്യകൾക്ക് നമ്മുടെ ശരീരത്തെ സുഖപ്പെടുത്താൻ കഴിയുമോ? ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, അല്ലേ? പക്ഷേ ഈ ആശയത്തിന് ലോകം മുഴുവൻ ഒരുപാട് പേർ പിന്തുടരുന്നുണ്ട്. ഈ വാദങ്ങളുടെയെല്ലാം പിന്നിൽ 1999 പുറത്തിറങ്ങിയ ഒരൊറ്റ പുസ്തകമാണ്. അക്കങ്ങൾ കൊണ്ട് രോഗശാന്തി സാധ്യമാണെന്ന് ആ പുസ്തകം ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്തായാലും ഈയൊരു അസാധാരണമായ അവകാശവാദത്തിന് പിന്നിലെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും, ആരാണ് ഈ ആശയത്തിന് പിന്നിൽ? എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? ശരി, നമുക്ക് ആ കഥയിലേക്ക് തന്നെ കടക്കാം. ഇദ്ദേഹമാണ് ഗ്രിഗറി ഗ്രാബോവോയ്, ഈ സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി. പിന്നെ ഈ കാണുന്ന പുസ്തകമില്ലേ, മനുഷ്യ ശരീരത്തിന്റെ പുനഃസ്ഥാപനം എന്നു പേരുള്ളത്, ഇതിലാണ് അദ്ദേഹം തന്റെ ആശയങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതും ഈ പുസ്തകത്തെക്കുറിച്ചാണ്. ശരി, അപ്പൊ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വെറുതെ കുറച്ച് അക്കങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ മതിയോ? ഈ പുസ്തകം പറയുന്ന രീതി എന്താണെന്ന് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ഈ സിദ്ധാന്തത്തിന്റെ എല്ലാം അടിസ്ഥാനം ഏകാഗ്രതയാണ്. അതായത് പുസ്തകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ രോഗത്തിനും ഒരു പ്രത്യേക നമ്പർ സീക്വൻസ് ഉണ്ട്. ആ നമ്പറിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായി കേന്ദ്രീകരിക്കുക. അങ്ങനെയുള്ള ആ ഒരു മാനസിക ഏകാഗ്രതയാണ് രോഗശാന്തിയിലേക്ക് നയിക്കുന്നതെന്നാണ് ഗ്രാബോവോയ് പറയുന്നത്. പുസ്തകത്തിലെ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു രോഗനിർണയത്തെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ രോഗം മാറ്റുക എന്നല്ല, മറിച്ച് രോഗങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ പോലും ഈ നമ്പറുകളിലൂടെ കണ്ടെത്താമെന്നാണ്. ഇതൊരു വലിയ അവകാശവാദം തന്നെയാണ്. അപ്പോ ഈ പുസ്തകമനുസരിച്ച് ഇത് എങ്ങനെ ചെയ്യാം? വളരെ ലളിതമായ 4 സ്റ്റെപ്പുകളാണ് അവർ പറയുന്നത്. 1. എന്താണ് നിങ്ങളുടെ രോഗമെന്ന് തിരിച്ചറിയുക. 2. പുസ്തകത്തിൽ നോക്കി അതിനെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള നമ്പർ കോഡ് കണ്ടെത്തുക. 3. ആ നമ്പറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. 4. കാര്യം, ഇത് നിങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്കു വേണ്ടിയോ ചെയ്യാമെന്നും പുസ്തകം പറയുന്നു. ഇതിന്റെ രീതിയെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എത്രത്തോളം വലുതാണെന്ന് നോക്കാം. കാരണം ഇതൊരു സാധാരണ പുസ്തകമല്ല, മറിച്ച് ഏകദേശം എല്ലാ രോഗങ്ങൾക്കുമുള്ള ഒരു മാസ്റ്റർ കോഡ് ബുക്കായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, 27 അധ്യായങ്ങൾ. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഓരോ കോഡ് വീതം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശരിക്കുമൊരു മെഡിക്കൽ എൻസൈക്ലോപീഡിയ പോലെ. പക്ഷെ ഇവിടെ വാക്കുകൾക്ക് പകരം അക്കങ്ങളാണെന്ന് മാത്രം. പിന്നെ ഇതിന്റെ ഒരു ഘടന കണ്ടില്ലേ? വെറുതെ കുറെ രോഗങ്ങളുടെ പേരെഴുതി വെച്ചിരിക്കുകയല്ല. അതീവ ഗുരുതരാവസ്ഥകൾ, ട്യൂമറുകൾ, പകർച്ചവ്യാധികൾ എന്നൊക്കെ. ശരിക്കും നമ്മളൊരു മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നതുപോലെയാണ് അധ്യായങ്ങൾ തിരിച്ചിരിക്കുന്നത്. ഇതൊരു പക്ഷേ ഇതിനൊരു ശാസ്ത്രീയമായ മുഖം നൽകാൻ സഹായിക്കുന്നുണ്ടാവാം. നമുക്ക് ആദ്യത്തെ അധ്യായം തന്നെ നോക്കാം. അതീവ ഗുരുതരാവസ്ഥകൾ. ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ മുതൽ ഹൃദയസ്തംഭനം വരെ ഇതിലുണ്ട്. ഉദാഹരണത്തിന്, ഹൃദയസ്തംഭനത്തിന് പുസ്തകം പറയുന്ന കോഡ് 891567 ആണ്. എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണിത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് നോക്കൂ. ട്യൂമറുകളെക്കുറിച്ചുള്ള അധ്യായം കാണുമ്പോൾ ഈ സിദ്ധാന്തത്തിന്റെ വ്യാപ്തി നമുക്ക് കൂടുതൽ മനസ്സിലാകും. മെലനോമ, ബ്രെയിൻ ട്യൂമർ, സ്തനാർബുദം, അങ്ങനെയുള്ള അതീവ ഗുരുതരമായ ക്യാൻസറുകൾക്ക് പോലും കൃത്യമായ നമ്പർ കോഡുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒക്കെ നിമിഷം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഹൃദയാഘാതം പോലെ അത്രയും എമർജൻസിയായൊരു അവസ്ഥയ്ക്ക് ഈ പുസ്തകം പറയുന്ന പരിഹാരം എന്താണ്? 89143225 എന്ന ഈ സംഖ്യയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നത്. ഓരോ അക്കത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്നാണ് ഇതിലെ സങ്കല്പം. പക്ഷേ ഇത് ക്യാൻസർ പോലത്തെ വലിയ രോഗങ്ങൾക്ക് മാത്രമല്ല കേട്ടോ. നമുക്കെല്ലാവർക്കും ഇടയ്ക്കിടെ വരുന്ന സാധാരണ ജലദോഷം, പനി, തലവേദന, എന്തിനധികം ചൊറിച്ചിലിന് പോലും ഈ പുസ്തകത്തിൽ അതിൻ്റേതായ കോഡുകളുണ്ട്. ശരിക്കും ഈ പുസ്തകത്തിന്റെ ഒരു റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഒരു വശത്ത് മദ്യപാനം പോലുള്ള ശീലങ്ങൾ, മറുവശത്ത് താരൻ പോലുള്ള ചെറിയ കാര്യങ്ങൾ. വലുപ്പച്ചെറുപ്പമില്ലാതെ ശാരീരികമോ മാനസികമോ ആവട്ടെ, എല്ലാത്തിനും ഒരു നമ്പർ കോഡ് ഉണ്ടെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഈ അക്കങ്ങളിലൂടെയുള്ള രോഗശാന്തി എന്ന ഈ ഒരു ആശയത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങി നോക്കിയാലോ? അതെ, നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിന്റെ അടിസ്ഥാനം തന്നെ ഈയൊരു ആശയമാണ്: അക്കങ്ങളിലൂടെയുള്ള രോഗശാന്തി.
ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിന് പിന്നിൽ എന്തൊക്കെ സിദ്ധാന്തങ്ങളാണുള്ളത് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെയൊന്ന് നോക്കാം. തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഒരു പ്രത്യേക നമ്പർ വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ ഹാർട്ട് അറ്റാക്ക് പോലുള്ള ഒരു സീരിയസ് അസുഖം മാറുമെന്ന് ഒരാൾ നിങ്ങളോട് വന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ശരിക്കും ഇതാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വാദം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാവുന്നത്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ, നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയില്ലേ, അതിന് കൊടുത്തിരിക്കുന്ന സംഖ്യ 8914225 ആണ്. ഈയൊരു സിദ്ധാന്തമനുസരിച്ച് ഓരോരോ അസുഖത്തിനും അതിൻ്റേതായ ഒരു പ്രത്യേക സംഖ്യയുണ്ടത്രേ. ഈ രീതി ഹൃദയാഘാതത്തിന് മാത്രമല്ല കേട്ടോ, വേറെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ബാധകമാണ് എന്നാണ് ഇവർ പറയുന്നത്. ഉദാഹരണത്തിന് മെലനോമ പോലെയുള്ള സ്കിൻ ക്യാൻസറിന് വരെ ഇവർ പ്രത്യേക നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പേവിഷബാധ പോലുള്ള പകർച്ചവ്യാധികൾക്കും പ്രത്യേക നമ്പറുകളുണ്ട്. അപ്പോൾ ഈയൊരു സിസ്റ്റത്തിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സാഹചര്യം മനസ്സിലാക്കി കൃത്യമായൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിയാൽ ചികിത്സയെ ഒറ്റ സ്പന്ദനത്തിലേക്ക് ചുരുക്കാൻ പറ്റും. എന്നുവെച്ചാൽ രോഗശാന്തിയിൽ നമ്മുടെ മനസ്സിന് എത്രത്തോളം ശക്തിയുണ്ടെന്നാണ് ഈ പുസ്തകം പറഞ്ഞുവെക്കുന്നത്. പുസ്തകത്തിൽ പറയുന്ന ഈ രീതിയെ നമുക്കൊരു 3 സ്റ്റെപ്പായിട്ട് തിരിക്കാം. വളരെ സിമ്പിളാണ്. 1. പുസ്തകത്തിൽ നിങ്ങളുടെ രോഗം ഏതാണെന്ന് കണ്ടുപിടിക്കുക. 2. അതിന് തന്നിട്ടുള്ള നമ്പറിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ മൂന്നാമത്തേത്, ഈയൊരു പ്രോസസ്സിന് നിങ്ങൾ കൊടുക്കുന്ന ആത്മീയമായ പ്രാധാന്യം മനസ്സിലാക്കുക. നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. പോകുന്നതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ട്. ഈ രീതി ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളിവിടെ തീരുമാനിക്കുന്നില്ല. അതിനു പകരം നമുക്കിതിനെ വേറൊരു രീതിയിൽ നോക്കിയാലോ? എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇത്ര അധികം താൽപ്പര്യം വരുന്നത്? നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ വിശ്വാസം, പിന്നെ രോഗം മാറണം എന്നുള്ള അടങ്ങാത്ത ആഗ്രഹം, ഇതിനെക്കുറിച്ചൊക്കെ ഇത് നമ്മളോട് എന്താണ് പറയുന്നത്? ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്.